പോലീസുകാരിൽ നിന്ന് ഒരു എഴുത്തുകാരനിലേക്ക്, അവിടെ നിന്ന് ഒരു സംവിധായകനിലേക്ക്, ഈ രണ്ട് രീതിയിലും ഒരുപാട് നിരൂപക പ്രശംസകൾ നേടിയ ശ്രീ ഷാഹി കബീറാണ് ഇന്ന് മൂവി ബഫിനോടൊപ്പം. വെൽക്കം ടു മൂവി ബഫ് സർ. ജോസഫിൽ തുടങ്ങിയ യാത്ര ഇപ്പൊ 2025 വരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്ന് നിൽക്കുവാണ്. ഈ വർഷത്തിന്റെ തുടക്കം തന്നെ എഴുത്തുകാരൻ എന്ന നിലയിൽ വളരെ വലിയ ഒരു വിജയം, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെ. പിന്നെ അതിനുശേഷം 3 മാസങ്ങൾക്കിപ്പുറം ഒരു സംവിധാന സംരംഭം റോന്ത്. അപ്പം വീണ്ടും ഒരു പോലീസ് സിനിമ. നമ്മൾ ഇന്ത്യൻ സിനിമാ ചരിത്രം എടുക്കുമ്പോൾ തന്നെ പോലീസ് സിനിമയുടെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. അതായത് എസ്പെഷ്യലി വാണിജ്യ തലത്തിൽ നോക്കുമ്പോഴേക്കും ഇപ്പം ഒരു കാക്കിയിട്ട് വന്ന് ഫയർ ബ്രാൻഡ് ഡയലോഗൊക്കെ പറഞ്ഞ് ചടുലമായ ആക്ഷൻ രംഗങ്ങളിലൂടെ പ്രേക്ഷക ലക്ഷ്യങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന ഒരു പോലീസുകാരനായ നായകൻ, ഇത് ഒരു പ്രൂവൺ ഫോമിൽ തന്നെയാണ്. പക്ഷേ സാറിൻ്റെ ആദ്യത്തെ സിനിമ ജോസഫിൽ തന്നെ ഈ ഒരു രീതി, നമ്മളുടെ ആ ഒരു പോലീസുകാരൻ്റെ സിനിമ എന്നുള്ളൊരു ധാരണയെ മാറ്റി ഒരു റീ ഇൻവെൻഷൻ എന്ന് തന്നെ പറയാം. അത് സാർ ഒരു പോലീസുകാരനായതുകൊണ്ടുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ വന്ന ഒരു കോൺഷ്യസ് എഫേർട്ട് ആണോ അങ്ങനെ ഒരെണ്ണം ചെയ്യാന്നുള്ളത്? ഏറെക്കുറെ ഈ എല്ലാ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഓരോ നായകന്മാർ വേണ്ടത്. അപ്പം നിങ്ങൾ പറയുന്ന ഫയർ ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു 70s മൊത്തം ബ്യൂറോക്രസിയുടെ അല്ലെ അങ്ങനത്തെ ഉത്തരേന്ത്യൻ കാലഘട്ടത്തിൽ തങ്ങൾക്ക് എതിർക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന സങ്കല്പം അല്ലെ ആ ഹീറോയോട് തോന്നിയ ഒരു ഇഷ്ടമാണ് ആ കാലഘട്ടം തൊട്ട് ഇത്രയും നാളും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നില്ല. എനിക്കൊന്ന് ഇപ്പോൾ അത്രയും അങ്ങനത്തെ പടങ്ങൾ വിജയിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഹിന്ദിയിലൊക്കെ അത്തരം ഹീറോയിക് പരിപാടികളൊക്കെ നിൽക്കുന്നുണ്ടോ സംശയമുണ്ട്. മലയാളി കുറച്ചുകൂടെ മുമ്പിലോട്ടായതുകൊണ്ടും നമ്മളുടെ ഹീറോ പരിവേഷങ്ങൾക്ക് മാറ്റം ഉണ്ടായതുകൊണ്ടും സാധാരണ മനുഷ്യനെ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ജനതയായിട്ട് നമ്മളുടെ സിനിമകൾ മാറിയതുകൊണ്ടും അത് അറ്റൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കും സിനിമയിൽ മറ്റേ ഭരത്ചന്ദ്രൻ ആകാൻ നോക്കല്ലേ എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഒരു സ്റ്റീരിയോ ടിപ്പിക്കൽ പോലീസ് സിനിമകളിൽ നിന്നും പൊതുസമൂഹത്തിന് ഉണ്ടായ ഒരു പോലീസ് ധാരണയുണ്ട്, അതിനൊരു പരാമർശിക്കലാണോ അവിടെ ചെയ്യുന്നത്? ഇല്ല, അത് ഭരത്ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നീ വലിയ സൂപ്പർ ഹീറോ ആവണ്ട, റിയാലിറ്റി ഇതാണ് എന്നുള്ള അർത്ഥത്തിലേ ഉള്ളൂ. അപ്പോൾ സാറിന്റെ ഇപ്പോൾ സ്കൂൾ കാലത്ത് അല്ലെങ്കിൽ കോളേജ് സമയത്തൊക്കെ തിയേറ്ററുകളിൽ കോലിളക്കം സൃഷ്ടിച്ചത് ഇതുപോലെയുള്ള ഇൻസ്പെക്ടർ ബൽറാമും അല്ലെങ്കിൽ ഈ ഭരത്ചന്ദ്രനും ഒക്കെ അതൊക്കെ തന്നെയാണ് സാറിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും ഒരു പക്ഷേ പോലീസിലെത്താൻ വേണ്ടിയിട്ട്? പോലീസിലെത്തുന്നത് PSC ടെസ്റ്റ് എഴുതി ആദ്യമേ കിട്ടിയത് പോലീസാണ്. അപ്പോൾ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി കയറി എന്നുള്ളതല്ല, അല്ലാതെ പോലീസ് അങ്ങനെ ആഗ്രഹിച്ച് വന്നതല്ല. അപ്പൊ അത് ഭയങ്കര ഒരു ഐറണിയാണല്ലോ, നല്ല രീതിയിൽ ഒരു ഐറണിയാണല്ലോ. എന്ന് വെച്ചാൽ സാറിന് അതിന് ശേഷം അത് റിലേറ്റ് ചെയ്ത സിനിമയൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ളത് അല്ലേ? ചിലപ്പോൾ ജീവിതം എന്നെ പോലീസ് ആക്കിയതിനു വേണ്ടിയായിരിക്കും. അതെ അതെ, അങ്ങനെ ഒരു നിയോഗം ആയിരിക്കാം. എഴുത്തുകാരനിൽ നിന്ന് സംവിധായകനിലേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഒരു തയ്യാറെടുപ്പുകളും പഠന രീതിയും അതിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പൊ ഇലവീഴ പൂഞ്ചിരയിൽ സാർ അല്ലല്ലോ എഴുതിയത്, രചന വേറൊരാളാണ് എന്നിരിക്കെ സാർ അത് സംവിധാനം ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ പഠന രീതികളാണ് സ്വീകരിക്കാറുള്ളത്? ഇല്ല, ഞാൻ സംവിധായകനാകാൻ ആഗ്രഹിച്ചതിനാണ് വന്നത്. ജോസഫ് ആക്ച്വലി സംവിധാനം ചെയ്യാൻ വേണ്ടി തന്നെ കഥ പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്താണ് തൊണ്ടിമുലി അസിസ്റ്റന്റ് ഡയറക്ടർ ആയത്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി എന്ന് കരുതി. നായിട്ടും അങ്ങനെ തന്നെ എനിക്ക് ആദ്യമേ അഡ്വാൻസ് കിട്ടുന്ന സംവിധാനം ഉൾപ്പെടെയാണ്. അപ്പോൾ അത് രണ്ടും പയ്യെ സമാധാനമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് പിന്നീട് തൊണ്ടിമുലി പോയപ്പോഴാണ് കുറച്ചുകൂടെ ഒക്കെ ഇതിൻ്റെ കോർഡിനേഷൻ അല്ലെ കുറേ കൂടെ പ്രോസസ്സുകൾ നമ്മൾ അറിയണമെന്നൊക്കെ ഉള്ള ചിന്ത വന്നത്. അതിനുശേഷം ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സാണ് എഴുതിയത്, ഞാനും വർക്ക് ചെയ്ത സ്പേസാണ്. അപ്പോൾ ഇലവീഴ പൂഞ്ചിറ ആ സമയത്തൊരു ചെറിയ സിനിമ എന്നുള്ള രീതി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ. ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും രണ്ട് വ്യക്തികൾ, രണ്ട് വീക്ഷണകോണുകൾ. ഒരാൾ വളരെ അനുഭവ സമ്പത്തുള്ള മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനും മറ്റേയാൾ ചെറുപ്പത്തിൻ്റെ എല്ലാവിധ എടുത്തുചാട്ടവും ചോരത്തിളപ്പും ഒക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ഇവർ തമ്മിൽ നടത്തുന്ന ഒരു യാത്ര അല്ലെങ്കിൽ ഒരു അന്വേഷണ യാത്ര. ഇപ്പം ഈ ഒരു പാറ്റേണിൽ പറഞ്ഞു പോകുന്ന സിനിമകൾക്ക് കുറേ ആരാധകരുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ ഫേവറേറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ലീത്തൽ വെപ്പൺ അല്ലെങ്കിൽ 7 പോലെയുള്ള സിനിമകളിലൊക്കെ ഈ ഒരു പാറ്റേൺ ആണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം നമ്മളുടെ റോന്തിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഒരു നറേറ്റീവ് സ്ട്രക്ചറും ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നായാട്ടിലും ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഈ ഒരു പാറ്റേൺ തുടരാനുള്ള കാരണം മുൻകാല സിനിമകളാണോ അതോ പോലീസ് ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ അതിന്റെ പുറത്താണോ? ഇല്ല, അങ്ങനത്തെ പാറ്റേൺ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല. ഇപ്പം നൈറ്റ് പെട്രോളിങ്ങിനെ കുറിച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് അല്ലെ ശ്രദ്ധയിൽ എല്ലാത്തിലും വെപ്പനൊക്കെ കൊമേഴ്ഷ്യലാണ്, അത് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനത്തെ ഓർമ്മ വരുന്നത്. ഇപ്പം 7േക്കാളിലൊക്കെ കൂടുതൽ നമുക്ക് പറയാവുന്നൊരു സിനിമ ട്രെയിനിങ് ഡേ ആണ്. നമുക്കെല്ലാം കുറച്ചുകൂടെ അറിയാവുന്നൊരു പടം. പക്ഷെ ആ പടവും നമ്മളുടെ പടമായിട്ട് യാതൊരു ബന്ധമില്ല, കാരണം അതിൻ്റെ വിഷയങ്ങൾ വേറെയാണ്. പിന്നെ ഈ സിനിമ ചെയ്യുന്നൊരു ഏറ്റവും നമ്മൾ ഇങ്ങനൊരു സിനിമ ചെയ്യുമ്പം ഇങ്ങനത്തെ സിനിമ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പം എനിക്ക് തോന്നുന്നൊരു ഫ്രഞ്ച് പടമാണ് ലെസ് മിസറബിൾസ് എന്ന് പറഞ്ഞാൽ 2021 സംതിങ് വന്നതാണ്.
അത് നൈറ്റ് പെട്രോളിംഗ് അല്ല, ഒരു ഡേ പെട്രോളിംഗ് 3 പോലീസുകാർ. അത് കുറെ കൂടെ പൊളിറ്റിക്കലാണ് പടം, അവിടുത്തെ കൾച്ചർ വെച്ചിട്ട്. അല്ലാതെ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. നമുക്കൊരു സിനിമ ചെയ്യണം, നമ്മൾ ചെയ്തു വരുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മറ്റു പടങ്ങളുണ്ടോന്നൊക്കെ തിരക്കുന്നത്. അങ്ങനല്ല, ഈ സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്തു. അപ്പോൾ മറ്റു പടങ്ങൾ പറയുന്നവർ കാണും, കാരണം അതിൽ നിന്ന് കഴിയുന്നത് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സീൻസ് ഈ പടത്തിൽ ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ചിട്ട് മാറി ചെയ്തു. സിനിമയുടെ തുടക്കത്തിൽ ഒരു സീൻ വരുന്നുണ്ടല്ലോ, അതും ക്ലൈമാക്സിലെ സീനുമായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അത് ആദ്യം സ്ക്രിപ്റ്റിംഗിൽ തന്നെ അങ്ങനെ ആയിരുന്നോ, അതോ പിന്നെ എഡിറ്റിംഗിൽ കൊണ്ടുവന്നൊരു ഇംപ്രൈസേഷൻ ആയിരുന്നോ? ഇതിപ്പം മികച്ച സിനിമകളിലും അങ്ങനെയാണ്. ഇപ്പൊ എലവിട പൂഞ്ചിറയിലും നമ്മൾ അങ്ങനെ ഒരു സീനെ കുറിച്ച് ഫസ്റ്റ് സീൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പടം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് തോന്നും, കാരണം ഇത്രയും നേരം ആൾക്കാർക്ക് ഒരു ഹുക്ക് പോയിന്റ് എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ചിലപ്പം പോകുന്നു. അത് കണക്ക് തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ എഡിറ്റിലും ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. പിന്നീട് ഒരു തോന്നലായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ഹുക്ക് ചെയ്യിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ പോകുന്നു, നമുക്ക് നിരന്തരം നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പം അങ്ങനെ ഒരു ഹുക്കിംഗ് പോയിന്റ് ഉണ്ടാക്കിയെത്തുന്നതാണ്. ഒരു ഡൊമസ്റ്റിക് വയലൻസ് സീനുണ്ട്, പിന്നെ ഒരു ഭ്രാന്തനെ കീഴ്പ്പെടുത്തുന്ന ഒരു രംഗം, ആത്മഹത്യ ചെയ്യുന്ന രംഗം. ഇതൊക്കെ മെയിൻ പ്ലോട്ടിൽ നിന്ന് ഒരു ഡീവിയേഷൻ ആണല്ലോ, പക്ഷേ ഒരു ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം യഥാർത്ഥ ജീവിതത്തിൽ പോലീസുകാർ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് സിനിമ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും നേരിട്ടിട്ടുണ്ടാവുക? കുറേ കാര്യങ്ങൾ ഒന്നിച്ച് സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇതിൻ്റെ അകത്തെല്ലാം ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കാണിക്കാൻ, ഒരു ഭ്രാന്തനെ കാണിക്കാൻ, ഒരു സൂയിസൈഡ് കാണിക്കാൻ വേണ്ടിയില്ല. ഈ സിറ്റുവേഷനിൽ ഈ രണ്ടുപേരും കടന്നു പോകാൻ വേണ്ടിയാണ് അങ്ങനത്തെ സീൻസ് വെച്ചിരിക്കുന്നത്. ആ സിറ്റുവേഷനിൽ രണ്ടുപേര് കയറുകയല്ല, ഇവരുടെ മാനസികാവസ്ഥകൾ ഓരോ സ്ഥലത്ത് പോകും. ഇപ്പം എനിക്ക് പോലീസ് ജോലി ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. റോഷന്റെ ക്യാരക്ടർ പലപ്പോഴും എൻ്റെ സിമിലാരിറ്റി ഉണ്ടെന്ന് പറയും. കാരണം എനിക്ക് മനുഷ്യരോഗികളെ ആയവരെ കാണുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവാറുള്ള മനുഷ്യരാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗൺ ആവും അത്. അപ്പോൾ റോഷനൻ്റെ ക്യാരക്ടർ അതായിട്ടുണ്ട്. അത് എനിക്ക് നമുക്ക് പറ്റാത്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് പോലീസുകാർ. ഇപ്പം നിങ്ങൾക്ക് മറ്റേത് ജോലിക്ക് എനിക്ക് അവിടെ പോകാൻ പറ്റില്ലെന്ന് പറയാം. ഇപ്പം ശരിക്കും രക്തം കണ്ടാൽ തലയിറങ്ങി വീഴുന്ന ആളാണ് ഞാൻ. എനിക്ക് രക്തം കാണാൻ പറ്റില്ല. നേരെ മറിച്ച് 5-6 ദിവസമുള്ള പഴക്കമുള്ള ബോഡികൾ ഞാൻ ഒത്തിരി ചുമന്നുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഒരു ആക്സിഡൻറ്റ് സീനിലൊക്കെ നമ്മൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പം ഞങ്ങളുടെ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു ആക്സിഡൻറ്റ്, ഒരു പെൺകുട്ടി ആക്സിഡൻറ്റ് മരിക്കുകയാണ്. ടോറസ് കയറിയാണ്, അറിയാം അവസ്ഥ. ശരീരഭാഗങ്ങളെല്ലാം ചെതറിപ്പോയി. അപ്പോൾ ഇത് കണ്ടപ്പം കൂടെയുള്ള പോലീസുകാർ നേരെ അവിടെ നിന്ന് ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് വട എടുക്കാൻ പറയുകയാണ്. ഞങ്ങൾ രണ്ടുപേര് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനതിൽ തോക്കി ചോര കണ്ടു കഴിഞ്ഞാൽ ഞാൻ തലയിറങ്ങി വീഴും. എങ്ങാനും പോലീസ് യൂണിഫോമിൽ നിന്ന് നാട്ടുകാരുടെ മുമ്പിൽ തലയിറങ്ങി ചോര കണ്ട് വീണുള്ള അവസ്ഥ എന്നറിയിച്ചു. പക്ഷെ ഇതിനൊക്കെ കവർ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് പോകാം. ഞാൻ പറയാം, അങ്ങനെയുള്ള പോലീസുകാരുടെ പ്രശ്നമാണിത്. നമുക്കൊരിക്കലും പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ സീൻസ് വന്നത്. അല്ലാതെ അങ്ങനത്തെ സീൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇപ്പോൾ ഭ്രാന്തൻ്റെ സീൻ നോക്കിയാൽ അറിയാം, റോഷൻ പറയുന്നുണ്ട് അച്ഛൻ സൈക്കാട്രിക് പേഷ്യൻ്റ് ആണെന്ന്. സോ അയാളുടെ പ്രീവിയസ് ഏതെങ്കിലും ആവാം. ദിലീഷ് പോലത്തിനെ സംബന്ധിച്ച് ഒരു കുട്ടി അയാളുടെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളങ്ങനെ ഈ സീനിൽ ഏത് സീൻ എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്തൊരു കാരണമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അതിൻ്റെ അകത്തൊരു ട്രോമകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്തതാണ്, അല്ലാതെ സീൻസിന് വേണ്ടി ചെയ്തതല്ല. ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യാൻ തന്നെയാണ്. ഒരുപാട് വൈകാരിക തലങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണല്ലോ ശ്രീധർ ഈശ്വത്തൻ ചെയ്ത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ യോഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രം, യോഹന്നാന്റെ വൈഫായിട്ട് ചെയ്ത ആ ഒരു കഥാപാത്രത്തിന് അങ്ങനെ ഒരു സൃഷ്ടി കൊടുക്കാനുള്ള ഒരു കാരണം, ആ ഒരു ക്യാരക്ടർ ആർക്കിനെ പറ്റിയിട്ട് പറയാമോ? എപ്പോഴോ എവിടെയോ ഞാൻ കേട്ട ഏതോ ഒരു ഇൻസിഡന്റിൽ ഉണ്ടായിരുന്നൊരു സ്ത്രീ തന്നെയാണ്. അതിൻ്റെ ഒരു പല ഇൻസിഡന്റുകളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് സംഭവം. അങ്ങനത്തെ ഒരു സാധനം. അത് നമ്മളെല്ലാ കഥയിലും എടുക്കുന്നത് നമ്മൾ കേട്ട കഥകളോ നമ്മൾ കണ്ടതോ അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞു കേട്ടതോ ആയ കഥകളെ അല്ലെ യഥാർത്ഥ സംഭവങ്ങളെ നമ്മൾ സിനിമയിലോട്ട് ചേർത്ത് വെക്കാറുണ്ട്. കുറച്ചുകൂടെ ഒറിജിനൽ ആവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനൊരു കഥ വന്നപ്പോൾ യോഹന്നാൻ്റെ ലൈഫ് എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ചിന്ത അങ്ങനത്തെ ഒരു ഫാമിലി വെക്കണം. കാരണം സിനിമ ഇമോഷനാണല്ലോ, ആ ഇമോഷൻ വർക്കാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെ എഴുത്തിലോട്ട് വരുന്നത്? ഇപ്പൊ സാർ പറഞ്ഞ ഇൻബോൺ ആയിട്ടില്ല, അപ്പൊ എങ്ങനെ മനസ്സിലായി എനിക്ക് എഴുതാൻ പറ്റും? അതിനാരാണ് പ്രചോദിപ്പിച്ചത്? അത് എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഞങ്ങൾ പോലീസ് ക്യാമ്പിലാവുമ്പോഴാണ്, എനിക്ക് സിനിമയൊക്കെ ഇഷ്ടമുള്ള ഒരാൾ തന്നെയായിരുന്നു, കാണാറുണ്ടായിരുന്നു. എഴുതിയിട്ടില്ല ഞാനങ്ങനെ. അവൻ്റെ ഞങ്ങളവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് സിനിമ കാണാൻ പോയി ഞങ്ങളൊരു കൂട്ടമുണ്ട്. ഇപ്പം എലവിട പൂഞ്ചിറ 2 റൈറ്റേഴ്സ് ഉണ്ട്, നിതീഷ് മാറാട്, പിന്നെ ജോഷി എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങളൊരു 3-4 പേര് പടത്തിന് പോയിരുന്നു. പടം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രാത്രി ചർച്ച ചെയ്യുമ്പോൾ അത് അങ്ങനെ ആക്കായിരുന്നു ഇങ്ങനെ ആക്കാരെന്നൊക്കെ പറയുമ്പോൾ തമാശയ്ക്ക് അവർ പറയാറുണ്ടായിരുന്നു, പിന്നെ നിനക്ക് ട്രൈ ചെയ്തുകൂടെ. അപ്പം അങ്ങനെ ഒരു സമയം വന്നു. പിന്നീട് പോലീസ് ക്യാമ്പിലൊക്കെ ജീവിതം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലോക്കൽ പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. കാരണം എനിക്ക് മെൻ്റലി
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒത്തിരി സിറ്റുവേഷൻസാണ് നമ്മൾ കാണേണ്ടി വരുന്നത്. അതെന്നെ ബാധിക്കും. അപ്പോൾ അത്തരം ബാധ്യതകൾ വന്നപ്പോൾ പോലീസിൽ നിന്ന് ഇറങ്ങണമെന്നുള്ള ചിന്തയായി. അപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികപരമായി ബിസിനസ് ചെയ്യാനുള്ള അവസ്ഥയോ അല്ലെ വിദ്യാഭ്യാസപരമായോ അത് വിട്ടിട്ട് മറ്റൊന്നില്ലാത്തതുകൊണ്ട് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമ ശ്രമിച്ചതാണ്. സിനിമയിലേക്ക് വരാനുള്ളവരുടെ അടുത്ത് പറയാൻ ഉള്ള കാര്യം എന്താണ്? ആസ് എ ഫ്രഷർ നമുക്ക് അതിനൊരു എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ? എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? എനിക്കായിട്ടൊന്നും പറയാനില്ല. എന്നോട് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. ഇപ്പം എൻ്റെ ഒരു ചേട്ടൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, റസൂഖ് എന്ന് പറഞ്ഞു. പുള്ളി വട്ടവടെ വെച്ചിട്ട് പുള്ളിക്ക് ഒത്തിരി സിനിമാക്കാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്താലേ കഥ പറയണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാണ് കുറച്ച് സിനിമ ഫ്രണ്ട്സ് ഉള്ളത്. അപ്പം പുള്ളി പറഞ്ഞ ഒരു സാധനമുണ്ട്, സിനിമ എന്ന് പറയുന്നൊരു വലിയ സർക്കിളാണ്. അതിൽ പെനിട്രേറ്റ് ചെയ്ത് കയറുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ്. കാരണം അതിൽ ബന്ധങ്ങൾ ഉണ്ടാക്കി നമ്മൾ ആ ബന്ധങ്ങളുടെ നെറ്റ്വർക്ക് ഒന്ന് വലുതായി കിട്ടുമ്പോഴേ നമുക്ക് അതിൻ്റെ അകത്ത് വർക്കാവുള്ളൂ. അപ്പം പിന്നെ രണ്ടാമത് ചില ഇത് പറയാനുണ്ട്, എനിക്ക് പറയാവുന്നതാണ്, ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് വരാനാണെങ്കിലും, അത് ആക്ടിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ആ സിനിമ കുറെ കൂടെ അടുത്ത് മനസ്സിലാക്കാം. നമ്മളുടെ കുറെ കാര്യങ്ങൾക്ക് വളരെ ഉപകാരം പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വളരെ എളുപ്പത്തിൽ വരാവുന്ന ഒരു മേഖല സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ്. കാരണം ഒരു സിനിമയുടെ തുടക്കത്തിലെ നമ്മൾ എഴുതി കൊടുക്കുന്ന വായിച്ചിട്ട് അവർക്ക് തീരുമാനിക്കാം. ബാക്കിയെല്ലാം റിസ്ക് ആണ്. കാരണം അയാൾ അത് ചെയ്താൽ ശരിയാവില്ല എന്ന് സിനിമ ഇറങ്ങിയാൽ മാത്രമേ മനസ്സിലാവൂ. ഒരു റൈറ്റർ മാത്രം നമുക്ക് മുമ്പേ കാണാൻ പറ്റും. അതുകൊണ്ട് സിനിമയിൽ കയറാൻ ഏറ്റവും എളുപ്പം റൈറ്ററാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷേ ട്രഡീഷണൽ സൂപ്പർ 35 സെൻസറിൽ അല്ല, ഒരു ലാർജർ ഫോർമാറ്റിലാണല്ലോ ഇത് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? നമുക്ക് ഇതാണ് എൻ്റെ പ്രധാന കാര്യം. സിനിമ ഒരു ഫീൽ ചെയ്യുക എന്ന് പറയുന്നതിനാണ് ഞങ്ങൾ പ്രാധാന്യം. ഇപ്പം ഞാൻ ചെയ്ത 2 സിനിമകളെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കുന്നില്ല. ഇപ്പോൾ ലൗഴ പുഞ്ചിറയിലാണെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചത് പ്രേക്ഷകൻ ആ മലയുടെ മേളിൽ ആ വയർലെസ് സ്റ്റേഷനിൽ ഇരിക്കണം. ആ ഫീല് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും, അത് സൗണ്ട് ഡിസൈൻ, സിനിമോട്ടോഗ്രാഫി, ഇതിലെല്ലാം നമ്മൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ അതാണ്. നമുക്ക് ആ സ്ഥലത്തിരുന്ന് പ്രേക്ഷകൻ കാണണമെന്നുള്ളതാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തും ആഗ്രഹിച്ചത്. ആ ജീപ്പിൻ്റെ അകത്ത് 2 പേരോടൊപ്പം പ്രേക്ഷകനും പുറകിലിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി തീരുമാനിച്ച തീരുമാനങ്ങളുടെ ഭാഗമാണ് ഇത്രയും ടെക്നിക്കൽ തീരുമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത്. റോന്തായിരുന്നു ആക്ച്വലി ആദ്യം സംഭവിക്കേണ്ട സിനിമ. അത് നമ്മളോട് വ്യക്തിപരമായി അടുപ്പമുള്ള സുഹൃത്തുക്കൾ, ഇപ്പം അനിലേട്ടനാണെങ്കിലും മനീഷ് മാധവനാണെങ്കിലും സിനിമാട്ടോഗ്രാഫർ, മനീഷാണെങ്കിലും ഇപ്പം കിരൺ, പൂഞ്ചിറയുടെ എഡിറ്റർ കിരൺ ആണെങ്കിലും എല്ലാ സുഹൃത്തുക്കളാണ്. അപ്പം ഏറെക്കുറെ പേര് അല്ലാതുള്ള ഇൻഡസ്ട്രിയൽ സുഹൃത്തുക്കളും പറഞ്ഞത്, കാരണം പൂഞ്ചിറ കുറച്ചുകൂടെ റിസ്കി പരിപാടിയാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലി ആൾക്കാർക്ക് എൻഗേജ്ഡ് ആവും. അപ്പോൾ ഫസ്റ്റ് പടം ഇത് ചെയ്തിട്ട് പൂഞ്ചിറ ചെയ്താൽ പോരെ എന്നാണ് എല്ലാവരും എന്നെ ഉപദേശിച്ചത്. പക്ഷേ എനിക്കെന്തോ മറ്റേ ഡയലോഗ് പറയുന്നത് അതിലൊരു ത്രില്ല് തോന്നിയില്ല. കുറച്ചുകൂടെ എക്സ്പെരിമെൻ്റൽ സിനിമ പൂഞ്ചിറയായിരുന്നു. കാരണം എന്ത് സംഭവിക്കാവുന്നൊരു സിനിമയായിരുന്നു. 2 പേര് മാത്രം, ഒരു മലയുടെ മകള്. അപ്പോൾ അവിടെ നമ്മളത് ചെയ്താൽ നമുക്കുണ്ടാക്കുന്ന കോൺഫിഡൻസ് വലുതായിരിക്കും. എനിക്ക് അതായിരുന്നു കുറെ കൂടെ എനിക്ക് സാറിന് എഴുതുമ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് അങ്ങനെ വരാറുണ്ടോ? അതൊക്കെ പലതും പല സിനിമക്കും പല രീതിയിലൊക്കെ ഉണ്ടാവും. നായാട്ട് എനിക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നതാണ്. കാരണം അതിൻ്റെ അകത്തൊരു പ്രശ്നം, ഈ 3 പോലീസുകാർ രക്ഷപ്പെട്ട് പോയി, അതുവരെ നമുക്ക് ഓക്കെയാണ്. ഇവരെങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചിന്തയിലെല്ലാം വന്നുകൊണ്ടിരുന്നത് ഞാൻ മുമ്പ് കണ്ട ആൾക്കാർ രക്ഷപ്പെട്ട് പോകുന്ന സ്ഥലങ്ങളും അത്ര സിനിമാറ്റിക് ചിന്തകളും വന്നപ്പോൾ ഭയങ്കര ബ്ലോക്കായിട്ടുണ്ട്. ആ സമയത്ത് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് യാദൃശ്ചികമായി വേറൊരു ആവശ്യത്തിന് വേണ്ടി വട്ടവട കൊട്ടക്കാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ, റസൂഖ് എന്ന് പറഞ്ഞ ആളുടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു മൂർത്തിയുണ്ട്, ഇവരെല്ലാം പാർട്ട്നേഴ്സാണ്. അപ്പം അവിടെ ചെന്ന് ഇരുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്, അവരിവിടാണ് വന്നെങ്കിലോ എന്നുള്ള ചിന്ത. അങ്ങനെ ചിലപ്പോൾ ഭയങ്കര ബ്രേക്ക്, ചിലപ്പം നമ്മൾ ആ സ്ഥലത്ത് പോയില്ലായിരുന്നു, ചിലപ്പോൾ നായൻ്റെ സെക്കൻഡ് ഹാഫ് എന്താവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒത്തിരി യാത്ര ചെയ്യാറുണ്ടോ സാർ? അത്യാവശ്യം അങ്ങനെ കേരളത്തിൻ്റെ അകത്തൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കാറുണ്ട്. നായാട്ടിലാണെങ്കിലും ഇലവീഴ പൂഞ്ചിറയിലും ഉണ്ട്, ഇപ്പൊ റോന്തിലും ഉണ്ട്. ഈ ഒരു ഡ്രൈവറും മുതിർന്ന ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, ഒരു ഹൈറാർക്കി പോലെ അങ്ങനെ ശരിക്കും ഉണ്ടോ അങ്ങനെ പോലീസുകാർക്കിടയിൽ? ഇല്ല, അത് ഇതിൻ്റെ അകത്തെല്ലാം നിങ്ങൾ തെറ്റിയിരിക്കുന്നതാണ്. ഇതൊരു ഡ്രൈവർ പോലീസുകാരനല്ല. റോന്തിലെ റോഷൻ ഒരു പോലീസുകാരനാണെന്ന് ഡ്രൈവർ ഡ്യൂട്ടി തന്നെയാണ്. സീനിയർ ജൂനിയർ എന്നുള്ളേ ഉള്ളൂ. അപ്പൊ സീനിയേഴ്സിന് എപ്പോഴും എക്സ്പീരിയൻസിന്റെ ഒരു അധികാരം അത് ഏത് മേഖലയിലും കാണും. അത് പോലീസിൽ തന്നെ വേണമെന്നില്ല. ഇപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഡയലോഗ്, ഞാൻ ലീവ് എടുത്തിട്ടുള്ള അത്ര സർവീസ് നിനക്കായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു പോലീസിൽ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ പ്രൊഫഷനിലും വർക്കാവുന്ന ഒരു കാര്യമാണ്. അല്ല, ഇതില്ലാതും പറയുന്നുണ്ടല്ലോ ഞാനൊരു ഡ്രൈവർ ആണല്ലോ എന്ന് പറഞ്ഞ് പുള്ളി പറയുമ്പോഴേക്കും ഹേർട്ടായിട്ട് എന്തോ
അത് ഞാൻ പറയുന്നത് ഡ്രൈവർ ഡ്യൂട്ടി എൻ്റെ പണി ഡ്രൈവർ ഡ്യൂട്ടി ആണല്ലോ, അന്നിട്ടിരിക്കുന്ന ഡ്യൂട്ടിയാണ് ഡ്രൈവർ ഡ്യൂട്ടി. റോഷനൊരു ഡ്രൈവർ PC അല്ല. അപ്പം പുള്ളി എൻ്റെ പണി ഇന്ന് തന്നിരിക്കുന്ന ഇതാണെങ്കിൽ എനിക്കറിയാതെ ചെയ്യാൻ എന്ന് പറയുന്നതേ ഉള്ളൂ. ആ ഒരു പക്ഷെ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ അവിടെ പോലീസില്, അങ്ങനെ ഒരു പോലീസ് ഹൈറാർക്കി ഉണ്ട്. അതുപോലെ റൈറ്റർ ആയിട്ട് വന്നപ്പോൾ സാറിന് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ സിനിമ ഫീൽഡിലേക്ക്? ഇല്ല, എനിക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട്, ഹാപ്പി ആയിട്ടാണ് ഞാൻ സിനിമയിൽ വന്നതും ഇതുവരെ പോകുന്നതും വളരെ സന്തോഷകരമായി തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള മനീഷ് മാധവനായിട്ടുള്ള ഒരു കോമ്പോയെ പറ്റി ഒന്ന് പറയാം. അത് ഞാൻ പറഞ്ഞില്ലേ, ജോസഫിലാണ് മനീഷ് മാധവനെ പരിചയപ്പെടുന്നത്. ആ സമയം തൊട്ട് നല്ല ബന്ധമുണ്ട്. പിന്നീട് ഞാൻ പല കഥകളും പുള്ളിയെടുക്കെ പറയാറുണ്ടായിരുന്നു, കത്തിയാറുണ്ട്. അപ്പം പുള്ളിക്കും എന്നോട് ഭയങ്കര കാര്യമാണ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമ ഞാനത് ചെയ്യാൻ പോകണമെന്ന് തീരുമാനിച്ച സമയത്ത് ഒരു പ്രൊഡ്യൂസറോ ആർട്ടിസ്റ്റോ പോലും ഒന്നും ഉറപ്പാകുന്നതിന് മുമ്പ് തൊട്ടേ ഈ പറയുന്ന എല്ലാവരും, ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നോടൊപ്പം പൂഞ്ചിറ വരികയും ഓരോ കാര്യങ്ങളും നമുക്ക് അവിടെ വെച്ച് തന്നെ സംസാരിക്കാനും, പിന്നീട് ഒരു പ്രൊഡ്യൂസർ ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ എന്നോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം റോന്തെന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും മനീഷ് മാധവൻ അല്ലെ ഇവരെല്ലാം എന്നോടൊപ്പം തന്നെ നിൽക്കാറുള്ളതാണ്. അത് ഫ്രീഡമാണ്, അത് സൗഹൃദത്തിൻ്റെ അല്ലെ ഒരു കമ്മ്യൂണിക്കേഷൻ ആ സൗഹൃദത്തിൽ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഒരു വയലൻസ് സീൻ എഴുതുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് ചിന്തിക്കാറുണ്ടോ? വയലൻസ് സീൻ എന്ന് പറയാവുന്നത് വിഷ്വൽ വയലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാൻ ഭയങ്കര മിനിമലാണെന്ന് ധരിക്കുന്ന അല്ല, വയലൻസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഹാങ്ങിങ് അതൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവണം, അത് കഥയുടെ മൂഡിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനത്തെ വിഷ്വൽസ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം പൂഞ്ചിറ ഭയങ്കര ഒരു വയലൻസ് സിനിമയാണെന്ന് പറയാം. പക്ഷേ വിഷ്വലി അങ്ങനെ ഒരു വയലൻസ് നമ്മൾ കാണിച്ചില്ല. ഞാൻ പറഞ്ഞ രണ്ടുതരം വയലൻസ് ഉണ്ട്, ഒന്ന് വിഷ്വൽ വയലൻസ്, ഒന്ന് അല്ല ഇമോഷണലി നമ്മൾ ആ ഇമോഷനെയാണ് ട്രിഗർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചില സൂയിസൈഡ് സീൻസ് എൻ്റെ സിനിമകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പഴകിയ ബോഡി, കാരണം അത് മുന്നോട്ട് കഥാപാത്രത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട്. അല്ലാതെ വെറുതെ ഒരാളെ കൊല്ലുമ്പം ചുറ്റിയൊക്കെ അടിക്കുക, മീൻസ് അതിനെ ആ വയലൻസിനെ ഭയങ്കര വിഷ്വലി ആൾക്കാരോട് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ വയലൻസ് ചിന്തകൾ അതാണ്. ഇമോഷണലി ഹർട്ട് ചെയ്യുന്ന വയലൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ആ കഥാപാത്രത്തിന് വേണ്ടി തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അണിയറ വർത്താനം ഉണ്ടായിരുന്നോ? ഇത് ഒരുപാട് പാക്ഡ് ആയിപ്പോയി, ഇങ്ങനത്തെ കുറേ സീൻസ് കാണിച്ച് അങ്ങനെ ഒരു വർത്താനം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇപ്പം സിനിമയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഡിസംബറിൽ പഴമാങ്ങ എങ്ങനെ വീഴുമെന്ന്. നിങ്ങൾക്ക് 10 വരെ വെട്ടിക്കൊന്നൊരു നായകൻ പോകുന്നുണ്ട്, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ സിനിമാറ്റിക് ലിബർട്ടി ആയിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്ന കണക്കാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊരു സിനിമയാണല്ലോ, അത് ഭയങ്കര റിയൽ എന്നുള്ളതല്ല. നമുക്കൊരു കഥ പറയുമ്പോൾ അതിൻ്റെ മൂഡിനനുസരിച്ച് അത്രയും റിയലിസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായി പാക്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ഞങ്ങളത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ക്രോസ് ഓവർ സിനിമകളുടെയും ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുക, അതിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ സാർ ആ പാതയാണോ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനല്ല, നായാട്ടിനും ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടാവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അതിലോട്ടൊരു കണക്ഷൻ ഉണ്ടോ? ഒരു കഥാപാത്രം കൂടെ ഇതിൻ്റെ അകത്ത് അറിയാലോ. അപ്പം ജോജു എന്ന് പറയുന്ന ആളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നഷ്ടപ്പെടുന്നിടത്ത് യോഹനാൻ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ്ഡായിട്ട് ഒരാൾ അവരോട് ചേർന്നാൽ ഇവർ കോടതിയിൽ ഇവർ ഒരുമിച്ച് ഫൈറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഒരു ക്രോസ് ഓവർ ആയിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു ടൈലൻ്റ് ഉണ്ടായിരുന്നു, ഏഷ്യ ബഡ്ജറ്റ് വൈസും പ്രൊഡ്യൂസർ സൈഡിൽ നിന്നും അത് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു ടൈലൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിമിഷയും ദിലീഷ് പോത്തനും ചാക്കോച്ചനും ഒരുമിച്ച് നായകളുടെ അതേ വണ്ടിയിൽ കോടതിയിലോട്ട് ട്രാവൽ ചെയ്യുന്നൊരു ഷോട്ടായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ്. പക്ഷെ ബഡ്ജറ്റ് വൈസ് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈലൻ്റ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ഒരു രാത്രിയിൽ നടക്കുന്ന ഒരുപാട് സംഭവ ബഹുലമായ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സാറിന്റെ ജീവിതത്തിലും അങ്ങനെ നിന്ന് തിരിയാൻ നേരമില്ലാത്ത രാത്രികൾ അങ്ങനെ പോലീസ് ജീവിതത്തിൽ പലപ്പോഴും ശനിയാഴ്ച രാത്രി എന്നൊക്കെ പറഞ്ഞാൽ നിന്ന് തിരിയാൻ പറ്റാത്ത ദിവസങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന കണക്ക് ഇത്രയും ഇൻസിഡൻസ് ഉണ്ടാവുമെന്ന് ചോദിച്ചില്ല. ഇതെൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പലരുടെയും പല സമയങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഇൻസിഡൻസ് അല്ല പലതും. ചില ഇൻസിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടു അതിൻ്റെ പുറയിലായി മാത്രമേ. രാത്രി എന്തായാലും ഉറക്കമില്ലാത്ത രാത്രി തന്നെ ആയിരിക്കും. ജോസഫ്, ഇലവീഴ പൂഞ്ചിറ, റോന്ത്, ഈ മൂന്നിലും പശ്ചാത്തല സംഗീതം വളരെ മനോഹരമാണ്. പക്ഷേ മിനിമലിസ്റ്റിക് ആയിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പം വിശിഷ്ടനായ അനിൽ ജോൺസൺ സാറാണ് ചെയ്തിട്ടുള്ളത്. ദൃശ്യത്തിലൂടെയൊക്കെ നമുക്ക് വളരെ പരിചയമായ സാർ ഒരു ആഡ് ഫിലിം മേക്കർ കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ക്രിയേറ്റീവ് കൊളാബറേഷനെ പറ്റി പറയാമോ? പുള്ളി ഒരു സംവിധായകൻ കൂടിയാണല്ലോ, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ലൗഡായിട്ടുള്ള മ്യൂസിക്കും 24 മണിക്കൂറും പടത്തിൻ്റെ 2 മണിക്കൂറും മ്യൂസിക്കും ഒന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്കാവാത്ത ആളാണ്. അത് തന്നെയായിരിക്കും ഞങ്ങളുടെ ഇത്. മാക്സിമം മ്യൂസിക് കുറയ്ക്കുക, ഉപയോഗിക്കാൻ പറ്റാതിരിക്കാവുന്ന. അല്ലേട്ടനും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമുക്ക് അവിടെ മ്യൂസിക്കിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പുള്ളി എന്നോടും പറയും, ചിലപ്പോൾ ഞാനും പറയും. കാരണം അത്രയും മ്യൂസിക് കുറയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു
ആഗ്രഹമായിരുന്നു. അല്ലെ ഞങ്ങളുടെ ഇഷ്ട സിനിമകളുടെ ഒരു ഫ്ലേവർ അതാണ്. ഞങ്ങളുടെ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് അതാണ്. ഉദാഹരണം ഇലവിഴ പുഞ്ചിരിയുടെ കഥ എനിക്കൊന്ന് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറയുന്നത് അല്ലേട്ടനോടാണ്. അപ്പോൾ അല്ലേട്ടൻ പറഞ്ഞതാണ് ഇതിനെന്തിനാണ് മ്യൂസിക് എന്ന് ചോദിച്ചത്. അപ്പം ഞാനപ്പോഴാണ് ഞാൻ അല്ലേട്ടനോട് പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങളൊരു വൈബ്. അത്ര മിനിമലിസ്റ്റ് ആയിട്ട് മതിയെന്നുള്ളത് കൊണ്ടല്ലേ. സാർ സംവിധാനം ചെയ്ത 2 സിനിമകളിലും സൗണ്ട് മിക്സിംഗ് വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ശ്രീ ഷിനോയ് സർ ചെയ്ത ആ ഒരു സാറായിട്ടുള്ള ഒരു പ്രോസസ്സ്, ഒരു സൗണ്ട് മിക്സിംഗ് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയും എനിക്ക് എവിടേക്കോ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചേർക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഏതൊരു IFFK ആദ്യമായിട്ട് കാണുന്ന ഒരു IFFK പോയി കാണുന്നൊരു സിനിമ, എനിക്ക് എൻ്റെ എക്സാക്റ്റ് വേർഡ് അറിയില്ല, ഏതൊരു റഷ്യൻ ഉസ്ബെക്കിസ്ഥാനോ കസാഖിസ്ഥാനോ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ആ സിനിമ ഞാൻ കാണാൻ പോയപ്പോൾ ബോപ്പം എന്ന് പറഞ്ഞൊരു, ബോപ്പം എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് എൻ്റെ പേരൊന്നും ഒറിജിനലില്ല. അപ്പോൾ അത് ഈ കടലിറങ്ങിപ്പോയിട്ട് തരിശ് മരുഭൂമി കണക്കായ ഒരു സ്ഥലവും അവിടെ പഴയ തുരുമ്പിച്ച കപ്പൽ ഷിപ്പ് ബോട്ടുകളും ഒക്കെ ഉള്ള സ്ഥലത്ത് ആ ഒരു പയ്യൻ്റെ കഥയാണ്. ആ വീടിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്ന തകിടാണ്, നല്ല കാറ്റുള്ള സ്ഥലം. അപ്പം ആ പടത്തെയും പയ്യൻ്റെ ഇമോഷൻ മൊത്തം ഡീൽ ചെയ്യുന്ന ഈ തകിടിൻ്റെ ശബ്ദം വെച്ചാണ്. അപ്പോൾ എനിക്കതൊന്ന് വർക്കായതാണ്. അപ്പം ഞാൻ സിനിമ ചെയ്യുമ്പം എനിക്കത് ഉണ്ടാവണമെന്നുണ്ട്. പിന്നെ കുറേ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇരിക്കുന്ന സ്പേസ് ഫീൽ ചെയ്യണമെങ്കിൽ സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, വിഷ്വൽ മാത്രമല്ല. സോ ഒറിജിനലായിട്ട് തോന്നിക്കണമെങ്കിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലവിഴ പൂഞ്ചിറയിൽ സൗണ്ട് മിക്സ് എന്ന് പറയുന്നത് വേറൊരു ഏരിയ ആണ്, പക്ഷെ സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വിൻമില്ല് വിഷ്വലിന് വേണ്ടി വെച്ചല്ല, ആക്ച്വലി വിൻമില്ലിൻ്റെ ശബ്ദം അകത്തെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ക്യാരക്ടേഴ്സിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും പർപ്പസ്ഫുള്ളി വെച്ചൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഏറെക്കുറെ മ്യൂസിക് തന്നെയാണത് എന്ന് പറയാം. കാരണം അല്ലേട്ടൻ ക്രിയേറ്റ് ചെയ്ത വിൻമില്ലിൻ്റെ മ്യൂസിക് വരെ സിങ് സൗണ്ട് കയറിപ്പോയിട്ടുണ്ട്, അതല്ലേ സൗണ്ട് ഡിസൈൻ അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതും അതേ കണക്ക് തന്നെയാണ്. ജീപ്പ് എന്ന് പറയുന്നതിൻ്റെ ശബ്ദം നമുക്ക് എപ്പോഴും വേണം, അതിൽ ടെറൈൻ ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക് നമ്മൾ ഭയങ്കര മിനിമലാക്കുന്നതും ഇതിനപ്പം സൗണ്ട് ഡിസൈൻ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. കഴിയുന്നതും അത്തരം ശബ്ദങ്ങളിലൂടെ ക്യാരക്ടേഴ്സിൻ്റെ മൂഡ് ഇമോഷൻസിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ശ്രീ അനിൽ ജോൺസണും ഈ ഷിനോയ് സറും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ വളരെ അസാധ്യമായ ഒരു കോർഡിനേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പോട്ടിംഗ് സെഷൻ ഉണ്ടാവാറുണ്ടോ? ഇല്ല, പൊതുവേ ഇപ്പം കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ എല്ലാന്നും ഞാൻ പറഞ്ഞില്ല, മെജോറിറ്റി സിനിമകളും വർക്ക് ചെയ്യുന്നത് എഡിറ്റ് കഴിഞ്ഞാൽ നേരെ റീൽസ് മ്യൂസിക് ഡയറക്ടർക്കും പോകും, സൗണ്ട് ഡിസൈനർക്കും പോകും. പിന്നീട് ഇത് രണ്ടും കൂടെ മിക്സിലാണ് ഒരു ക്ലാഷ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തുന്നത്. അവിടെയാണ് മിക്സറുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ ഞാൻ ഡയറക്റ്റ് ചെയ്ത 2 സിനിമയിലും സൗണ്ട് ഡിസൈൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മ്യൂസിക് ഡയറക്ടർക്ക് ആ റീല് പോകുന്നത്. കാരണം ആ ഒരു ഇഷ്യൂസോ അല്ലെ നമുക്കത് പിന്നീട് രണ്ടുപേരും വർക്ക് ചെയ്തിട്ട് നമുക്കത് മാറ്റി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലേട്ടനും കംഫർട്ടാണ്, അല്ലേട്ടൻ ഭയങ്കര കംഫർട്ടാണ്. കാരണം ഈ സിങ് സൗണ്ട് വന്ന് ആ റീല് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ മ്യൂസിക് ഡിസൈൻ ആ റീല് കിട്ടിയതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് മ്യൂസിക് കയറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സിനോയ്ക്കും വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. പിന്നെ സിനോയ് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഒരാളാണ്, ഭയങ്കര സ്പെസിഫിക് ആയിട്ട് സൗണ്ട്സ് പിക്ക് ചെയ്യും, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഇപ്പോൾ സോനുവിനെയും അരുണെയൊക്കെ എടുത്തു പറയണം. കാരണം ഈ പടത്തിൻ്റെ അകത്ത് ജീപ്പാണ് ഫുള്ള്. ഈ ജീപ്പിൻ്റെ ശബ്ദത്തിനോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് സിങ് സൗണ്ടുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വാക്കി ടോക്കി അത് എല്ലാം പിന്നെ ഇതാണെന്ന് പറയാം. നമുക്ക് ഈ ജീപ്പിൻ്റെ ശബ്ദത്തിൽ തന്നെയാണ് ഈ രണ്ടുപേരും ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ, എനിക്ക് തോന്നുന്നു ഒരു സിങ് സൗണ്ട് പടത്തിൽ ഇത്രയും ഡയലോഗ് കേട്ടില്ല എന്നൊന്നും പരാതിപ്പെടാതെ വളരെ മനോഹരമായി മിക്സിങ് ചെയ്തിട്ടുണ്ട്. അത് സിങ് സൗണ്ട് അരുണും സോനുവും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു കഴിവ് തന്നെയാണ്. പിന്നെ സിനിമയിൽ ക്രിസ്മസ് സമയത്താണ് അത് ഇടയ്ക്ക് പറഞ്ഞു സാർ ആ മാമ്പഴം വീഴുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ക്രിസ്മസ് സമയത്ത് അങ്ങനെ മാമ്പഴം ഉണ്ടാവാറുണ്ടോ? ഇല്ല, ഇതൊരു എന്താ പറയുക, മേക്ക് ബിലീഫ് എന്നുള്ളതാണല്ലോ സിനിമ. അപ്പം നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതപ്പം ഇങ്ങനെയുള്ള ലോജിക്കുകൾക്ക് അപ്പുറത്ത് സിനിമയുണ്ടല്ലോ, അത്തരം ലോജിക്കുകളെല്ലാം സിനിമയിൽ നോക്കിയാൽ ഒരു സിനിമയ്ക്കും നമുക്ക് നിലനിർത്താൻ പറ്റില്ല. അത് പർപ്പസ്ഫുള്ളി തന്നെ വെച്ചാണ് ആ ചോദ്യം. ഇല്ല, എനിക്കത് ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വേണമായിരുന്നു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹിറ്റായ സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതില് എഴുത്തുകാരനായിരുന്നു, അവിടുന്ന് പിന്നെ റോന്തിലേക്ക് വന്നപ്പോഴേക്കും സംവിധാനം ചെയ്തു. അപ്പോൾ സാർ എങ്ങനെയാണ്, സാർ എഴുതുന്ന തിരക്കഥയിൽ നിന്നും എങ്ങനെയാണ് സംവിധാനത്തിനുള്ളത് ചൂസ് ചെയ്യുന്നത്? അതിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് പറയാം. എനിക്കിഷ്ടമുള്ള സിനിമ ഞാൻ ചെയ്യുക,
ജീവിക്കാൻ കൊമേഴ്ഷ്യലി വർക്കാവുന്ന സിനിമ വെളിയിൽ എഴുതുക, ഇത് രണ്ടുമാണ് എൻ്റെ ഇഷ്ടം. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിൽ ക്ലൈമാക്സിൽ എന്തുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബന്റെ കയ്യിൽ ഗണ്ണ് കൊടുക്കാതെ? ക്ലൈമാക്സ് എന്നല്ല, ഞാൻ സോഷ്യൽ മീഡിയ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് CI ഗണ്ണുമായിട്ട് നടക്കുന്നില്ല. നിങ്ങൾ സിനിമ കണ്ട് ശീലിച്ചോണ്ടാണ്. ഈ ഗണ്ണ് ഉപയോഗിച്ച് നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിലോ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ഏതെങ്കിലും CIയുടെ ഒരു ഗണ്ണുണ്ടോ എന്ന് ആദ്യമേ ശ്രദ്ധിക്കുക. കാരണം അത് സിനിമ കണ്ട് ശീലിച്ചോണ്ടാണ്. ഈ ഗണ്ണിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെടുത്ത് വെടിവെച്ചാൽ അന്ന് സസ്പെൻഷനാണ്. വെറുതെ ഇത് കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ ഒരു ഷോ പീസ് എന്നാണ് പറയുന്നത്. നിയമപരമായി ഒരു ഉദ്യോഗസ്ഥന് വെടിവെക്കണമെങ്കിൽ കളക്ടർ, സബ് കളക്ടർ കണക്കുള്ളവരുടെ ഉത്തരവുകൾ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇവിടെ നിയമപരമായി. ഒരു റൈറ്റിനോ എവിടെയാണെങ്കിലും ഉത്തരവില്ലാതെ സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരള പോലീസിൽ ആരും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര വാർത്തകളിൽ പോലീസുകാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നിടത്തൊന്നും പോലീസ് ഗണ്ണെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈ ഗണ്ണ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മുടെ സർവീസിനെ, നമ്മുടെ പണിയും കൊണ്ടേ പോകും. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ടൊവിനോയ്ക്ക് സുരാൻ്റെ ക്യാരക്ടർ തോക്കെടുത്ത് കൊടുക്കുമ്പോൾ പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കാനാണ് പറയുന്നത്. കാരണം ഇത് ഉപയോഗിച്ചാലും സസ്പെൻഷനാണ്. വെടിവെക്കാൻ ഉത്തരവിട്ടിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ അതിനും സസ്പെൻഷനാണ്. ഇതാണ് സിസ്റ്റം. പിന്നെ ഈ ഗണ്ണെന്ന് പറയുന്നത് എപ്പോഴും പോലീസിൻ്റെ, ഇപ്പോൾ സ്റ്റേഷനിലാണെങ്കിലും ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാതെ 24 മണിക്കൂർ ഒരാൾക്ക് പെരുമാറാനുള്ളതല്ല. SIക്കോ CIക്കോ ഗൺ വേണമെങ്കിൽ അവിടെ കൃത്യമായി അയാൾ ആ ഡ്യൂട്ടിയുടെ ഭാഗമായ ഗൺ എടുത്തുകൊണ്ട് പോകുന്നത് എഴുതി വെക്കണം, തിരിച്ചു തുടങ്ങി. ഇങ്ങനെ കുറേ പ്രൊസീജിയറുണ്ട്. നിങ്ങൾ സിനിമ കണ്ട് ശീലിച്ചുകൊണ്ടാണ് ചുമ്മാ എപ്പോഴും. ഞാൻ പറഞ്ഞ കേരളത്തിന് വെളിയിലാണ് സിറ്റുവേഷൻ വേറെ ആയിരിക്കും. ഇപ്പോൾ ഒത്തിരി മാവോയിസ്റ്റുകൾ അങ്ങനെയുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഒരു ആന്ധ്ര പോലീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ തോക്കെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തോക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത്രയും വയലൻസോ ഒന്നും ഉള്ള ഒരു സ്ഥലമല്ല. അനാവശ്യമായ തോക്കുകളുടെ ഉപയോഗങ്ങളുടെ ആവശ്യമില്ല. പിന്നെ ലോജിക്കലി ഒരു 4 പിള്ളേരെ പിടിക്കാൻ പോകുമ്പം തോക്ക് എടുത്തോണ്ട് പോകുന്നത് നിങ്ങൾ സിനിമ കണ്ട് ശീലിച്ചതിൻ്റെ പ്രശ്നമാണ്. അല്ല, റിയാലിറ്റിയിൽ അത് ഉപയോഗിക്കാറില്ല. പോലീസ് സിനിമകളല്ലാതെ സിനിമകൾ വരാൻ സാധ്യതയുണ്ടോ? തിരക്കഥയോ സംവിധാനമോ അങ്ങനെ താല്പര്യം? സ്വാഭാവികം. ഇപ്പം ജീവിതമാണ് വലുത്. അപ്പം ഇപ്പം എല്ലാവരും എന്നെ ആവശ്യപ്പെടുന്ന പോലീസ് കഥയാണ്. അപ്പം അതങ്ങനെ പോട്ടെ. അല്ലാത്ത സിനിമകളും ആഗ്രഹമുണ്ട് അങ്ങനത്തെ സമയങ്ങളിൽ ചെയ്യാൻ. ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ സാമ്പത്തികമായിട്ട് ഓക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കാം. അപ്പോൾ റോന്ത് തുടരുമോ? റോന്ത് തുടരുമോ എന്ന് ചോദിച്ചാൽ, അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ അല്ല, ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, നമ്മൾ ആ ചെയ്യുന്ന കഥ വർക്കാവണം, ഒരു പ്രൊഡക്ഷൻ പറഞ്ഞണം, ഇതേ ആർട്ടിസ്റ്റുകൾ ഇനി വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ ഒരു ഇമ്മീഡിയറ്റ് എന്നുള്ളതല്ല, അങ്ങനെ ചിന്തയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും ഒത്തിരി സന്തോഷം സർ. താങ്ക് യു ഫോർ യുവർ ടൈം.